viewers, welcome to Asha's Times. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കടല ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. ഇത് റേഷൻ വാങ്ങിയ കടലയാണ്. കുറച്ച് നാളായിട്ട് വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാം. ഇത് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് കുറച്ച് സമയം എടുക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചില കടലയൊക്കെ പൊട്ടും കേട്ടോ. ഇത് രണ്ടായിട്ട് പൊട്ടും. പൊട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു പാകമായെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. എല്ലാ കടലയും പൊട്ടത്തില്ല. അപ്പോൾ നമുക്കിത് വാങ്ങി വയ്ക്കാം. തണുപ്പിക്കണം നന്നായിട്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിൽ 3/4 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു 3 ഏലക്കയും കൂടെ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചു മാറ്റി വയ്ക്കാം. ഇതേ ജാറിൽ തന്നെ നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ച കടല കുറേശ്ശെ ഇട്ട് പൊടിച്ചെടുക്കാം. കുറേശ്ശെ ഇട്ടാൽ മതി. അത് കടലയായതുകൊണ്ട് മിക്സിയിൽ ഭയങ്കര സൗണ്ടായിരിക്കും. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. 2-3 തവണയായിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും കടലപ്പൊടിയും ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് പാൻ ഒന്നും കൂടെ അടുപ്പത്ത് വയ്ക്കാം. നന്നായി ചൂടായതിന് ശേഷം ഈ പൊടിച്ച് വെച്ചേക്കുന്ന കടലപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം പച്ചമണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി വറുത്ത കടലയാണ്, എന്നാലും ഒന്നുകൂടെ ഇളക്കുക. ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചേർത്ത് യോജിപ്പിക്കുക. ഇനി നമുക്ക് വേണ്ടത് നെയ്യാണ്. നെയ്യൊന്ന് ഉരുക്കിയെടുക്കണം. ഒരു 3-4 സ്പൂൺ നെയ്യ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത്രയേ ഒഴിക്കുന്നുള്ളൂ. കുറേശ്ശെ എല്ലാ ഭാഗത്തുമായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ തീ ഓഫ് ചെയ്യാം. ഇത് കുറച്ച് തണുക്കണം. തണുത്താലേ നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. കുറച്ച് ചെറിയ ചൂട് വേണം. എന്നാലും നമ്മൾ കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ഉരുട്ടിയെടുക്കാം. ഉരുണ്ട് വരാൻ കുറച്ച് പാടാണ്. ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാം നമുക്ക്. ഇതിങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ച് വിഷമിക്കേണ്ട. ഇത് നമുക്കിങ്ങനെ പൊടിയായിട്ടും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആകെ നമുക്ക് ആ സമയമെന്ന് പറയുന്നത് കടല വറുക്കുന്ന ടൈം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സിമ്പിളാണ്. വേഗം ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. കടല ഇനി നമുക്ക് വെറുതെ കളയണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച കാണാം. താങ്ക് യു ഓൾ.